ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സബ്സ്ക്രൈബർക്ക് പറ്റിയൊരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഹലോ, എൻ്റെ പേര് നസീറ. എനിക്കാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ കഴിഞ്ഞ മാസം എനിക്കത് മോണിറ്റൈസേഷനായി. അങ്ങനെ ഞാൻ അതിൻ്റെ ഓരോ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇന്നലെ 2-3 ദിവസം മുന്നേ ഈ പിൻ വെരിഫിക്കേഷൻ്റെത് ലെറ്റർ വീട്ടിൽ വന്നു. പക്ഷേ എനിക്കത് പിൻ ഇതിനകത്ത് അടിച്ചു കൊടുക്കുന്നതിന് മുന്നേ എൻ്റെ ഒരു റിലേറ്റീവ് അത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അത് മിസ്സായിപ്പോയി. അപ്പോൾ ഞാനതിന് റീഅപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുഴപ്പമുണ്ടോ അങ്ങനെ ചെയ്തത് കൊണ്ട്? അപ്പോൾ ഇവിടെ ഇവർക്ക് പറ്റിയിരിക്കുന്നത്, അവർക്ക് ഇതുപോലെ പിന്നെല്ലാം റിസീവായി. എന്നാൽ അത് അവർക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പേ, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പേ അവരുടെ കയ്യിൽ നിന്നും ആ ഒരു പിൻ അത് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നമെല്ലാം നിങ്ങളുടെ ചാനലിൽ വന്നുവെങ്കിൽ, അതായത് ഇത്തരത്തിലൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുക. എന്നാൽ ഇങ്ങനെ ഒരു പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റർ സപ്പോർട്ട് ടീമിനെ മെസ്സേജ് അയച്ച് ഇത്തരത്തിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുക. അതിനാൽ തന്നെ അവർ ഇതിന് നല്ല ഒരു സൊല്യൂഷൻ എല്ലാം തരുന്നതായിരിക്കും. എന്തായാലും ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട മറ്റേതെങ്കിലും മെത്തേഡിലൂടെയെല്ലാം ഇത് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഡോക്യുമെന്റ് എല്ലാം ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതിനാൽ തന്നെ ഇത് പരമാവധി മിസ്സാവാതെ വളരെയധികം ശ്രദ്ധയോടുകൂടി തന്നെ സൂക്ഷിക്കുക. എന്നാൽ ഇവരുടെ ഈ കേസിൽ ഇവർക്ക് ക്രിയേറ്റർ ടീമുമായി കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. കാരണം ഇവർ എനിക്ക് പിന്നീട് മെസ്സേജ് അയച്ചിരുന്നു. മിസ്സായിപ്പോയ പിൻ കിട്ടി കേട്ടോ. ഇപ്പോഴാണ് കിട്ടിയത്, കുറച്ച് മുന്നേ. ഞാനിത് സാർ നോക്കാത്തത് കൊണ്ട് പിന്നെ ഞാനത് പറയാനത് കേട്ടോ. റിപ്ലൈ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അത് ഒന്നും അയക്കാതിരുന്നത്. ഇപ്പം കിട്ടി കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഒരു കേസിൽ അവർക്ക് ഈ പിന്ന് കിട്ടുകയും അതിനാൽ തന്നെ ഈ ഒരു വെരിഫിക്കേഷൻ ഈ പിൻ വെച്ച് തന്നെ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനെല്ലാം സാധിച്ചു. എന്നാൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇത്തരം എന്തെങ്കിലും മിസ്റ്റേക്ക് എല്ലാം പറ്റുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ ക്രിയേറ്റർ ടീമിനെ അവരെ ബന്ധപ്പെട്ടതിന് ശേഷം അതിനൊരു സൊല്യൂഷൻ എല്ലാം കണ്ടെത്താൻ സാധിക്കും. ഇനി മറ്റൊരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ വീഡിയോസ് ഇത് പലരും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ, അല്ലെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് അവരുടെ ചാനലിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ കണ്ടന്റ് ആരെങ്കിലും ഇതുപോലെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ പെർമിഷൻ എല്ലാം ഇല്ലാതെ മറ്റു ചാനലുകളിലെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വേണമെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം എല്ലാം നൽകാം. അതായത് അതിൽ നിന്നുള്ള വരുമാനമെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുമല്ലെങ്കിൽ അത് അവരുടെ ചാനലിൽ നിന്നും നീക്കം ചെയ്യാനുള്ള ഇത്തരത്തിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എല്ലാം കൊടുത്ത്, ഇത് നമ്മുടെ കണ്ടന്റ് ആണ്, അതിനാൽ തന്നെ അവരുടെ ചാനലിൽ നിന്നും ഇത് നീക്കം ചെയ്യണം, ഇത്തരത്തിൽ നമുക്കൊരു റിക്വസ്റ്റ് എല്ലാം നൽകാം. അതിനാൽ തന്നെ ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ചാനലിൽ തന്നെ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എല്ലാം യൂസ് ചെയ്ത് ആരെല്ലാമാണ് നമ്മുടെ കണ്ടന്റ് എല്ലാം യൂസ് ചെയ്യുന്നത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ എല്ലാം സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്